അമൃത മാഡം, നിങ്ങൾ രണ്ടുപേരും അവിടെ തന്നെ ഉണ്ടോ? ഉണ്ടല്ലോ. എന്താ കാര്യം? ആ, അത് അമ്മയോട് ഇപ്പൊ പറയണ്ട. ഞാൻ പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരാം. ഒരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസോ? അതെന്താ? ഈ സർപ്രൈസ് ആരെങ്കിലും നേരത്തെ പറയോ? ഞാൻ വരുമ്പോ അറിഞ്ഞാ മതി. രണ്ടാളും അവിടെ തന്നെ ഉണ്ടാവണം. ഞാൻ വരുമ്പോഴേക്കും മുങ്ങിക്കളയരുത്. ഇവിടെ തന്നെ ഉണ്ടാവും. ഞങ്ങള് കാത്തിരുന്നോളാം. മോള് പെട്ടെന്ന് വന്നു. ശരി, ഓക്കെ. എന്താ എടുത്തേ? ആ, രാധികയാ. എന്തോ ഒരു സർപ്രൈസ് ഉണ്ട്, പെട്ടെന്ന് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. അതെന്തായിരിക്കും ആ സർപ്രൈസ്? എനിക്കറിഞ്ഞൂടാ. അമ്മയെ തിരിച്ചിട്ടേ കുഞ്ഞിന്റെ മനസ്സാ. എന്ത് കുസൃതി വേണമെങ്കിലും കാണിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ തിരിച്ചൊരു സർപ്രൈസ് കൊടുക്കണ്ടേ എടുത്തി? ശ്യാമ എന്ത് സർപ്രൈസ് കൊടുക്കാനാ? അമ്മയെ തിരിച്ചു കിട്ടിയ കുസൃതികളൊക്കെ അവളുടെ മനസ്സിലുണ്ടെങ്കിൽ മകളെ തിരിച്ചു കിട്ടിയ വാത്സല്യം എന്റെ മനസ്സിലും ഉണ്ടാവുമല്ലോ. മോൾക്ക് അമ്മയെ കളിപ്പിക്കാമെങ്കിൽ അമ്മയ്ക്ക് മോളെയും കളിപ്പിക്കാം. എന്നാ ശരി, ആയിക്കോട്ടെ. എനിക്ക് തോന്നുന്നത് മിക്കവാറും ഈ സന്തോഷത്തില് രണ്ടാള് സമപ്രായക്കാരെ പോലെ ആവുമെന്ന. അങ്ങനെ ആവണം. അവള് മകളാണോ കൂട്ടുകാരിയാണോ അങ്ങനൊന്നും വേർതിരിച്ച് കാണാൻ പറ്റില്ല. അവൾ ഏത് നിലയ്ക്ക് പെരുമാറുന്നോ ആ നിലയ്ക്ക് തന്നെ ഞാനും പെരുമാറും. സർപ്രൈസ് എന്താ വേണ്ടേന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. അമ്മേ, ആ, രാധിക മോളോ? എന്താ മോളെ? ആ, ഒന്നുമില്ല ഫിദ മാഡം. ഫിദ മാഡത്തിനെ കണ്ടിട്ട് കുറെ ദിവസം ആയല്ലോ. അപ്പോ ഒന്ന് കാണാന്ന് വെച്ച് കേറിയതാ. നന്നായി മോളെ. എപ്പോഴും പറയല്ലോ മോളെ പ്രസവിച്ചമ്മയെ നേരിട്ട് കണ്ട ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടെന്ന്. ആ ചോദ്യങ്ങളൊക്കെ മനസ്സിലുണ്ടോ? ഉണ്ട് മാഡം. എന്നെങ്കിലും ആ വേഷം കെട്ടുകാരി അമ്മേന്റെ മുന്നിൽ വന്ന ഞാനത് ചോദിക്കുകയും ചെയ്യും. നന്നായി. എത്രയും പെട്ടെന്ന് മോളും മോളുടെ അമ്മയെ കാണട്ടെ. ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കാം. അന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നെ അതത്ര ശരിയല്ലല്ലോ. അത് ശ്യാമയ്ക്ക് കൃഷ്ണനെ വലിയ ഇഷ്ടായതുകൊണ്ടാ. കേട്ട് കേട്ട് ഞാനും അങ്ങനെ ആയിപ്പോയത്. അയ്യടാ, ഇത്രയും കാലം എന്നെ ഈ വേഷത്തിൽ കയറി പറ്റിച്ചിട്ട് വീണ്ടും പറ്റിക്കാൻ നോക്കുകയാണോ? രാധിക മോളൊരു സർപ്രൈസ് കൊണ്ടുവരുമ്പോ തിരിച്ച് എന്ത് സർപ്രൈസ് കൊടുക്കുമെന്ന് ഞങ്ങൾ കുറെ ആലോചിച്ചു. എന്നിട്ട് കണ്ടുപിടിച്ച മാർഗമായത്. ഇത് വല്ലാത്ത സർപ്രൈസ് ആയിപ്പോയി. ഇനി സർപ്രൈസ് തന്നവർക്ക് കൂടി കിട്ടണ്ടേ? ആ, അതെ, ശ്യാമയെ അമ്മയെന്ന് വിളിക്കുന്നുണ്ടെങ്കിലേ എന്നെ വല്യമ്മയെന്ന് വിളിച്ചാ മതി. അമൃത മേഡം എന്നുള്ള വിളി കേൾക്കുമ്പോഴേ ദേഷ്യം വരുവാ. എന്നിട്ടേ ഇത്രയും കാലം ഒരു കുഴപ്പമില്ലായിരുന്നല്ല. എന്റെ പേര് എന്നെ പറ്റിച്ചെന്റെ കണക്ക് ചോദിക്കാൻ നിന്നാലേ പെട്ടുപോകും രണ്ടാളും. അമ്മ കഴിച്ചേ? കഴിക്കേ? മോള് കഴിക്കുന്നില്ലേ? ഇല്ല, ഇന്ന് ഞാൻ അമ്മ ഭക്ഷണം കഴിക്കുന്നത് നോക്കിയിരിക്കാൻ പോവാ. കഴിക്കേ?
ഭക്ഷണം വലിയ കുഴപ്പമില്ല. പക്ഷേ ചിലതിലൊക്കെ ഉപ്പും പുളിയും പിടിക്കാത്ത പോലെ. തിരക്കിട്ട് ചെയ്തതല്ലേ, ചിലപ്പോ അതിന്റെ ആയിരിക്കും. ഞാനെല്ലാം കഴിച്ചു നോക്കിയാണല്ലോ, ഉപ്പും പൊടിയൊക്കെ പാകത്തിനാ. അമ്മ പറയട്ടെ. അമ്മയ്ക്ക് വേറെ ഒന്നും പറയാനില്ല കുട്ടി. ഭൂമിയിൽ അമ്മ കഴിക്കുന്ന ഏറ്റവും രുചി കൂടിയ ആഹാരം അത്രേ ഉള്ളൂ. ആ കേട്ടല്ലോ. ഞാനൊന്ന് ചൊടിപ്പിക്കാൻ പറഞ്ഞതല്ലേ. ദേ ഓരോന്നിന്റെ ടേസ്റ്റ് ചെയ്തിട്ട് എന്റെ നിയന്ത്രണം പോയിരിക്കുവാ. ദാ, കഴിക്ക്. എന്റെ ഈശ്വരാ, ഈ കാഴ്ചയൊന്ന് കാണാൻ എത്ര കാലം കാത്തിരുന്നതാന്നറിയോ. ഇപ്പോഴാ ഒന്ന് സമാധാനായ.